ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. സാർ ഓരോ ക്ലാസ്സിൽ പറയായിരുന്നു ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരും. അപ്പോൾ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത് ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്. അത് ഇന്ന് റിയൽ ആയിട്ടുണ്ട്. സോ നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്കത് റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ വർക്ക് കൊണ്ട് എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അത് ഭയങ്കരമാണ്. ഞാൻ 3 മാസം എന്ന് പറയണത് എൻ്റെ ഉറക്കം കറക്റ്റ് പോകുന്നുണ്ട്, ഭക്ഷണം കറക്റ്റ് പോകുന്നുണ്ട്, ബാക്കിയുള്ള സമയമൊക്കെ ഞാൻ പഠിക്കായിരുന്നു. അതുവരെ നമ്മുടെ പ്രിയോറിറ്റി ലിസ്റ്റിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, ഫ്രണ്ട്സിന്റെ കല്യാണം, നാട്ടിലെ തെയ്യം, കുടുംബത്തിലെ ഫംഗ്ഷൻ, എന്നെ എവിടെയും കാണാൻ പറ്റൂല. ഞാൻ എൻ്റെ റൂമിൽ സഹകരണം. ICDS സൂപ്പർവൈസർ ലേഡി വാരിയേഴ്സിനെ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 41ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള നീതു EV അഥവാ നീതു നാരായണൻ അല്ലേ. അപ്പോൾ നീതു നമ്മുടെ ആദ്യ ബാച്ചിലെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉഴപ്പി ബാച്ച് ചാടി കളിച്ച് അല്ലേ. അവസാനം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ബാച്ച് തുടങ്ങിയിട്ട് മാർച്ച് ബാച്ചിൽ വന്ന് നിന്ന് പഠിച്ചു കയറിയ ആളാണ്. ശരിക്കും പറഞ്ഞാൽ സിലബസ് മാറിയത് കൊണ്ടാണ് നിനക്ക് അഡ്വാൻറ്റേജ് കിട്ടിയത് അല്ലേ. ഡിഗ്രി ഏതായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് MSW വരുന്നു. ഓക്കെ. അപ്പോൾ ICDS സൂപ്പർവൈസർ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നീ അതിൻ്റെ ഒരു ഡിസിഷൻ എടുത്തു അല്ലേ. എന്നിട്ട് സഹകാരിലേക്ക് വരുന്നത് ഒരു സിറ്റുവേഷൻ. കുറച്ച് നാൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പഠിച്ചു. പക്ഷെ സാറിന് അറിയാം ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറയണത് എന്നെ കൊണ്ട് നടക്കൂല. അത് സഹകാരിയുടെ ഡെമോയില് യൂട്യൂബിൽ ഇടുന്ന ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസാ. ഒരു ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ PSC ചോദിക്കാവുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് സഹകാരി ഡെമോ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ. പിന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം ഉണ്ട്. പക്ഷേ ബാക്കി പല കോച്ചിങ് സെൻറ്ററും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ ഒരു ക്ലാസ് ഇടും, പക്ഷെ നമ്മൾ ജോയിൻ ചെയ്ത് ഡെയിലി ക്ലാസ്സസ് വരുന്ന സമയത്ത് ഇത്ര അധികം റിയാലിറ്റിയിലേക്ക് വരലില്ല എന്നുള്ളത്. അപ്പം എനിക്കതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സഹകാരിയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഡെമോ ക്ലാസ്സസ് എന്ന് പറയുന്നത് അതൊന്നും അല്ലാന്ന് തോന്നിപ്പോവും. അതിനുശേഷം നമുക്ക് വരുന്ന ഡെയിലി ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയിലായിരിക്കും നമുക്ക് സഹകാരി തരുന്നത്. ക്ലാസ്സസ് മാത്രമല്ല, നമ്മുടെ ഡെയിലി എക്സാംസ് ഉണ്ടാകും. ഓരോ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. വീക്ക്ലി എക്സാം ഒക്കെ ഞാൻ ഒരുപാട് ഉഴപ്പിയിട്ടുണ്ട്. എൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരിന് സാറിന് കാണാൻ പറ്റിയിട്ടുണ്ട്. ശ്രുതി മിസ് എപ്പോഴും വിളിക്കുക എന്താ എക്സാം അറ്റൻഡ് ചെയ്യാത്തത്. അപ്പം ഞാൻ ആ സമയത്ത് നെറ്റ് എക്സാമിനും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരു പറയുന്നത് മാത്രം, അത് പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയല്ല. എന്റെ എക്സാം എഴുതാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു ഇത് മാത്രമാണ് എക്സ്ക്യൂസ് പറയുന്നത്. പഠിക്കാണ് മിസ്സേ, എന്നാ അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ എക്സാം ആയിട്ട് ഞാൻ തുറന്നു തരാം, അപ്പൊ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു കാര്യം എടുത്തു പറയാം കേട്ടോ, അതായത് ഇത്രയും നീതു ഉഴപ്പലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. സിലബസ് മാറിയതായിരുന്നു വഴിത്തിരിവ്, റൈറ്റ്? അല്ലെങ്കിൽ ഇവിടെ കാണോ 41 റാങ്ക് കാണോ? ഇല്ല. അതിനുശേഷമുള്ള പഠനം നീ പറഞ്ഞാൽ അത് എന്താ ചെയ്തിട്ടുണ്ടായത്? ഞാൻ 3 മാസം എന്ന് പറയണത് എൻ്റെ ഉറക്കം കറക്റ്റ് പോകുന്നുണ്ട്, ഭക്ഷണം കറക്റ്റ് പോകുന്നുണ്ട്, ബാക്കിയുള്ള സമയമൊക്കെ ഞാൻ പഠിക്കായിരുന്നു. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അച്ഛനും രാവിലെ, ഏട്ടനും രാവിലെ ജോലിക്ക് പോകും, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ആ സമയത്ത് പഠിക്കുക. ഞാൻ ഇപ്പം ആലോചിക്കും ഞാൻ തന്നെയാണോ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നതെന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുവരെ നമ്മുടെ പ്രിയോറിറ്റി ലിസ്റ്റിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, ഫ്രണ്ട്സിന്റെ കല്യാണം, നാട്ടിലെ തെയ്യം, കുടുംബത്തിലെ ഫംഗ്ഷൻ, എന്നെ എവിടെയും കാണാൻ പറ്റൂല. ഞാൻ എൻ്റെ റൂമിൽ സഹകരിക്കും. അതുവരെ വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ SFI ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു, DYFI മേഖലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. നാട്ടിൽ ഭയങ്കര സജീവമായിരുന്നു ഉള്ള ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു 3-4 മാസത്തേക്ക് ഹൈബർനേഷനിലേക്ക് പോയത്. എന്തായാലും ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നു. അടുത്ത അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് മെയ് മാസത്തിന്റെ റിട്ടയർമെന്റിൽ പ്രതീക്ഷിക്കാം. ഇനി CDP നോക്കണല്ലേ? CDP നോക്കണുണ്ട്, പക്ഷെ പ്രായമായിട്ടില്ല. എത്ര വയസ്സ് എനിക്ക്? 25. അപ്പോൾ എന്തായാലും CDP പിടിക്കണം. ഇപ്പം അല്ലെങ്കിൽ അടുത്ത പിടിക്കണം. ഓക്കെ. അപ്പോൾ വളരെ ഏർലി ഏജിൽ ICDS സൂപ്പർവൈസർ ആകുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് CDP ആകാൻ വേണ്ടിയിട്ടൊരു 15 വർഷം സർവീസ് മതി. നമ്മളിപ്പോൾ ഒരു 30, 25, 26 ആയിക്കഴിഞ്ഞാൽ 36, 40 വയസ്സിലൊക്കെ CDPO പോസ്റ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലെ നിങ്ങൾ 2K കിഡ്സ് കുറേ പേരുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? നമ്മൾ ആദ്യം ഒരു ഡ്രീം സെറ്റ് ചെയ്യുക. ഇന്നെപ്പോലെ ഉഴപ്പരുത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനു വേണ്ടി എഫേർട്ട് എടുക്കുക. നമ്മൾ എടുക്കണ എഫേർട്ടിന് പണ്ട് ആൽക്കിമിസ്റ്റിൽ പൗലോ കോയിലോ പറഞ്ഞതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഈ പ്രപഞ്ചം പോലും നമ്മൾക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതങ്ങോട്ട് മനസ്സിൽ വയ്ക്കുക, പഠിക്കുക. ബാക്കിയുള്ള അതുവരെ നമുക്ക് പ്രിയോറിറ്റി ലിസ്റ്റിലുള്ള പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊക്കെ പിന്നീട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ഒരു ഡ്രീം സെറ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. സാർ ഓരോ ക്ലാസ്സിലും പറയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വരും. അപ്പോൾ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത്, ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത്. അത് ഇന്ന് റിയൽ ആയിട്ടുണ്ട്. സോ നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്കത് റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ വർക്ക് കൊണ്ട് എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അത് ഭയങ്കരമാണ്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒത്തിരി ഉണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞത്. പിന്നെ ബാക്കി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ സൂപ്പർവൈസർ? ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എഴുതിയത്, പക്ഷേ 41ലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒത്തിരി ഉണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന വെബിനാർ സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിദ്യാശാസ്ത്രം നേരുകയാണ് നീതുവിനോടൊപ്പം. താങ്ക് യു.